കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തിയെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഇവയുടെ സെക്ഷൽ ഫാന്റസീസും കാര്യങ്ങളും ഒക്കെ എന്തിനാണ് ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അയാൾ എന്തിനാണ് ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് എന്നാണ് താഴെ വന്ന കമന്റ്സ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? പറഞ്ഞാ കേൾക്കാൻ ആൾക്കാരുണ്ട്. പരിപാടിയുടെ പോയി കാണിച്ചാൽ കാണാൻ ആൾക്കാരുണ്ട്. വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? അത് വൾഗറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. തുമ്പിക്കൈ, വിഗ്രഹം, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അടുത്ത വന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. പല പച്ചക്കറിയില്, അതായത് ഇപ്പൊ നമ്മ ചാറ്റ് ചെയ്യുമ്പോ യൂസ് ചെയ്യുന്ന കുറെ ഐക്കൺസ് ഉണ്ട്. ഉണ്ടല്ലോ, അതായത് പടവലങ്ങ അല്ലെങ്കിൽ പഴം അങ്ങനെയൊക്കെ പറയണത്. നാടൻ നേന്ത്രപ്പഴം ആ കൊലങ്ങി വാങ്ങിച്ചാലും പഴംപൊരി ഉണ്ടാക്കാനാ? അത് വേണ്ട. പഴം റോസ്റ്റ് അതും വേണ്ട. മിക്കവരും പറഞ്ഞു അപ്പൊ ചേച്ചിയുടെ സാരിയുടെ അടിയിലും കോലായിരിക്കുമല്ലോ, ദാണ്ടിയ കളിക്കാലോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരിടത്തും എന്റെ കാലിന്റെ ഇടയിൽ അതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. ട്രാൻസ്ജെൻഡേഴ്സിന് തന്നെ ഭയങ്കര മാനക്കേടാണ്, നീ ഇങ്ങനെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെയാണ് കുറെ പേര് പറഞ്ഞത്. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ?